28 പോയിന്റ്സ് ഉൾപ്പെട്ട ഒരു പീസ് പ്രപ്പോസൽ അമേരിക്ക അടുത്തിടെ ഉക്രൈൻ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ജനീവ യോഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഉക്രൈൻ എന്താണ് ചെയ്തതെന്നാൽ 28 പോയിന്റുകളിൽ ഒരെണ്ണം പോലും ഉക്രൈന് സമ്മതിക്കാനുള്ള സാഹചര്യം ഇല്ല. എല്ലാം ഉക്രൈന് എതിരായതാണ്. നിരവധി കാര്യങ്ങൾ ഉക്രൈന് അനുയോജ്യമാകുന്ന തരത്തിൽ മാറ്റണം. ഒരുപക്ഷെ റഷ്യ ഈ കരാറിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ലംഘിച്ചാൽ അമേരിക്ക നേരിട്ട് ഇടപെടണം. കൂടാതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെ ഉക്രൈനിൽ ഇറക്കി യുദ്ധത്തിൽ പങ്കെടുക്കണം. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉക്രൈൻ പറയുന്നത്. ആഗ്രഹങ്ങൾക്ക് ഒരതിരില്ലല്ലോ. അതാണ് ഉക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇവയെല്ലാം കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും നാറ്റോയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമമാണ് ഉക്രൈൻ നടത്തുന്നത്. ഇവയേക്കാൾ പ്രധാനമായി സാബ്രോസീഷ്യ ഫ്രണ്ടിൽ റഷ്യ ഇപ്പോൾ പുതിയൊരു ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉക്രൈനെ കുറിച്ചുള്ള വാർത്ത, ഈ മീറ്റിംഗിനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് ആദ്യം അറിയാം. അതിനുശേഷം സാബ്രോസീഷ്യ പ്രദേശത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയാം. ജനീവ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉക്രൈന്റെ അധികൃതരിൽ നിന്നും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ഒരു പുതിയ മീറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഈ നടന്നവസാനിച്ച മീറ്റിംഗിൽ എന്താണ് സംസാരിച്ചത്? ഉക്രൈൻ ഈ പ്രപ്പോസൽ അംഗീകരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഡോൺബോസ് മേഖല മുഴുവനായും റഷ്യയ്ക്ക് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശം അതിലുണ്ടായിരുന്നു. അതോടൊപ്പം സാബ്രോസീഷ്യ, ഖേഴ്സൺ, കാർഖീവ് എന്നിവിടങ്ങളിൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ ഡീമിലിറ്ററൈസ്ഡ് സോണാക്കി അംഗീകരിക്കണം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് ഉക്രൈൻ നേരെയുള്ള ഒരു ആത്മഹത്യാ തീരുമാനമാണ്. അമേരിക്ക ഉക്രൈന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനല്ല ശ്രമിക്കുന്നത്. റഷ്യയെ എത്ര സേഫ് ആൻഡ് സെക്യൂർ ആക്കണം എന്നുള്ളതാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് ഉക്രൈനും പറയുന്നത്. സെലൻസ്കി അവിടെ വളരെ ശക്തമായി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വിധത്തിലാണ് ന്യായമാവുക? 4 പ്രവശ്യ റഷ്യക്ക് കൊടുക്കുന്നത് ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ? എന്താണ് അതിൽ വ്യത്യാസം? ഡോൺബോസ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനടുത്തുള്ള പ്രവശ്യയിൽ നിന്നായിരിക്കും അടുത്ത പ്രശ്നം ആരംഭിക്കുക. അപ്പോ ഈ 3-4 വർഷത്തോളം ഞങ്ങൾ യുദ്ധം ചെയ്തതെല്ലാം വെറുതെയായി മാറും. കൂടാതെ 28 പോയിന്റ്സ്, അതിൽ ഒന്നിൽ പോലും ഉക്രൈൻ അനുകൂലമായ കാര്യം ഇല്ല. ഉക്രൈൻ ആവശ്യപ്പെടുന്നത് സുരക്ഷാ ഗ്യാരണ്ടി മാത്രമാണ്. കരാർ അനുസരിച്ച് റഷ്യ ഉക്രൈനെ ആക്രമിച്ചാലും ഉക്രൈൻ റഷ്യ ആക്രമിച്ചാലും അത് വയലേഷൻ ആയിട്ടാണ് കണക്കാക്കുക. റഷ്യ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്താതിരിക്കാനുള്ള ഗ്യാരണ്ടി എന്താണ്? 2022 ഈ യുദ്ധം ആരംഭിച്ചതുപോലും അതുപോലെ വ്യാഖ്യാനിക്കാൻ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് റഷ്യൻ ഗാർഡുകളെ വെടിവെച്ചു, 5 പേർ മരിച്ചു. ഈ ഒരു വാദം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ യുദ്ധം ആരംഭിച്ചത്. അതേ രീതിയിൽ വീണ്ടും ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ചെയ്താൽ ഉക്രൈൻ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഈ കരാറിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവർ ഒരു വിധത്തിലും അവരുടെ സൈന്യത്തെ ഉക്രൈനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. നേരിട്ട് റഷ്യ എതിർത്ത് മറ്റ് രാജ്യങ്ങളുടെ സൈന്യം അവിടെ ഓപ്പറേറ്റ് ചെയ്യരുത്, ഇങ്ങനെയാണ് ആ കരാറിൽ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉക്രൈനുള്ളൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടിയായി മാറും? ഇങ്ങനെ ഉക്രൈൻ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതൊന്നിനും അമേരിക്കയ്ക്ക് വ്യക്തമായ മറുപടി ഇല്ല. കാരണം അമേരിക്കയ്ക്ക് ഒരു കാര്യം മാത്രമാണ് വ്യക്തം, ഉക്രൈൻ പ്രശ്നത്തിൽ മറ്റേതൊരു രാജ്യവും നേരിട്ട് ഇറങ്ങേണ്ടതില്ല. ഉക്രൈന്റെ യുദ്ധം നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു വലിയ യുദ്ധമായി മാറരുത്. അതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മറുപടിയും വളരെ സിമ്പിൾ ആയിരുന്നു. ഡൊണക്സ് 95% വരെയും റഷ്യയുടെ കയ്യിൽ പോയി. ലുഹാൻസ്കിൽ ഇനി ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇങ്ങനെ റഷ്യ ഇപ്പോഴത്തെ ഈ വേഗതയിൽ യുദ്ധം തുടർന്നു കൊണ്ടുപോയാൽ ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ ഡോൺബോസ് മുഴുവനായും റഷ്യൻ നിയന്ത്രണത്തിൽ ചെന്നെത്തും. റഷ്യ അവരുടെ ആക്രമണ തീവ്രത കുറച്ചുകൂടെ ഉയർത്തുകയാണെങ്കിൽ അടുത്ത പ്രവശ്യകളിൽ പ്രവേശിക്കാൻ അവർക്ക് കൂടുതൽ സമയമൊന്നും എടുക്കില്ല. ഡോൺബോസിന് ശേഷം അടുത്ത പ്രവശ്യയെ പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചാൽ ഏകദേശം 12 മാസത്തിനുള്ളിൽ 6ാമത്തെ പ്രവശ്യയും അവർ കൈവശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കാർഖീവ് 5ാമത്തെ പ്രവശ്യയായി അവർ പിടിച്ചെടുത്തതായി കൂട്ടിച്ചേർത്തു. 6ാമത്തെ പ്രവശ്യയിൽ 300 മുതൽ 500 ചതുരശ്ര കിലോമീറ്റർ വരെ 12 മാസത്തിനുള്ളിൽ പിടിക്കാമെന്നാണ് അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ. അമേരിക്ക ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ നൽകുന്ന സഹായം ഇതുപോലെ തുടർന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ 12 മാസത്തെ ടൈം ലൈൻ എങ്കിൽ മാത്രമേ നിലനിൽക്കൂ. ഞങ്ങൾ സഹായം നിർത്തിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ നൽകുന്നത് ഞങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ വേഗത 3 മടങ്ങ് വർദ്ധിക്കും.
12 മാസത്തിൽ സംഭവിക്കാനുള്ളത് 3 മാസത്തിനുള്ളിൽ തന്നെ റഷ്യ നടപ്പിലാക്കും. ഇങ്ങനെ നേരിട്ട് അമേരിക്കയെക്കുറിച്ച് ഭീഷണിയാണ് നൽകിയത്. അമേരിക്കയുടെ ലക്ഷ്യം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഉക്രൈനെ ഈ കരാറിലേക്ക് തള്ളിക്കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഉക്രൈൻ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമായും സെലൻസ്കി, ഇതൊന്നും ചെവിയിൽ വാങ്ങാനേ തയ്യാറല്ല. അദ്ദേഹത്തിന് ചരിത്രത്തിൽ തന്റെ പേര് വിജയിയായ നേതാവ് എന്ന രീതിയിൽ പതിയണമെന്നാണ് ആഗ്രഹം. അത് തെറ്റല്ല. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി ഇന്ന് അതിനനുസരിച്ചതുപോലെ അല്ലല്ലോ. റഷ്യ ഉക്രൈൻ യുദ്ധം പൂർണ്ണമായും പിന്തുടരുന്ന എല്ലാവർക്കും ഇത് വ്യക്തമാണ്. സെലൻസ്കിക്കും അത് നന്നായി അറിയാം. എങ്കിലും റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിനെതിരെ ഇന്ന് വരെയും എതിർത്ത് നിൽക്കുകയും യുദ്ധം കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ട് തന്നെ സെലൻസ്കിക്ക് അന്താരാഷ്ട്ര രംഗത്ത് ഒരു വലിയ പേരുണ്ടായി. പക്ഷേ എങ്കിലും ഇപ്പോൾ ചെയ്യപ്പെട്ട ചില തീരുമാനങ്ങൾ, ഞാൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറല്ല, ഇതെല്ലാം മാറ്റണം, ഞങ്ങൾ ഒരിക്കലും ഒത്തുപോകില്ല, ഇങ്ങനെ ഈ യുദ്ധത്തെ നീട്ടുന്ന സമീപനം, ഇതൊക്കെ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു ഇമേജിനെ തന്നെ നശിപ്പിക്കാൻ ഇടയാക്കും. അടുത്ത സാബ്രോസേഷ്യ ഫ്രണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണം. നിങ്ങൾക്കിത് പൂർണ്ണമായും മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാപ്പ് ഞാൻ കാണിക്കാം. സാബ്രോസേഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നും പോക്രോവോസ് വരെയുള്ള ആ ഒരു പ്രദേശം, ഇത് ഡെൽറ്റ മേഖല പോലെയാണ്. അതായത് ഒരു വലിയ നദി കടലിലോ തടാകത്തിലോ ചേരുന്നതിന് മുൻപ് ആ നദി പല ചെറിയ ശാഖകളായി പിരിഞ്ഞ് രൂപപ്പെടുന്ന ആ ഒരു പ്രദേശം, അതിനെയാണ് ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ മഴക്കാലത്തൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറും. അങ്ങനെ പോക്രോവോസ് മുതൽ സാബ്രോസേഷ്യ പവർ പ്ലാന്റ് ലൈൻ അടുത്തുള്ള പ്രദേശങ്ങൾ നിപ്രോ നദിക്ക് സമീപമാണുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യ ഇപ്പോൾ 5 ഭാഗങ്ങളിൽ പുതിയ ആക്രമണ വൃത്തങ്ങൾ സൃഷ്ടിച്ച് ഈ പോക്രോവോസ്കിൽ നിന്നും സാബ്രോസേഷ്യ പ്ലാന്റ് വരെയുള്ള മേഖലകളെ ചുറ്റി വളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഒരു ബെൽറ്റ് പോലെ. ഇതിൽ അകപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഖെമിഷേഖ, ഒരേഖോ, ഗുളിയായ് പോലെ, തെർണോട്ട, പോക്രോവോസ്കിന്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങൾ, ഇവയെല്ലാം ഇപ്പോൾ റഷ്യൻ എൻസർക്കിൾമെന്റിൽ പെട്ടിരിക്കുകയെന്നാണ് വിവരം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളുടെ പേരുകൾ ചിലർക്ക് മനസ്സിലാകാതിരിക്കാം. പക്ഷെ മാപ്പ് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടും. ഇത് സാധാരണ രീതിയിൽ നോക്കരുത്, നിപ്രോ നദിയുമായി ബന്ധപ്പെടുത്തി നോക്കണം. അപ്പോൾ മാത്രമേ ഈ ഒരു മൂവ് എത്ര ക്രിട്ടിക്കലാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഡിസ്പ്ലേ ചെയ്തല്ലോ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിപ്രോ നദിയും അതിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ചെറിയ ചെറിയ ശാഖകളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇതിൽ കറുപ്പായി മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളാണ് റഷ്യ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്. പോക്രോവോസ്കിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലുമൊക്കെ ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഇതിലുണ്ട്. ഇവയിൽ 5 സ്ഥലങ്ങൾ മാത്രമാണ് മെയിൻ ആയിട്ടുള്ളൂ. മറ്റുള്ളവയെല്ലാം ചെറിയ ഗ്രാമങ്ങളാണ്, സ്ട്രാറ്റജിക്കലായ സബ്റ്റിലായ ഇടങ്ങൾ. ഇപ്പോൾ റഷ്യ ഇങ്ങനെ എൻസർക്കിൾ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ, നിപ്രോ നദിയിൽ നിന്നും ഈ പടിഞ്ഞാറൻ ഭാഗം മുഴുവനായും സി ഷേപ്പായി വളച്ച് ചുറ്റിപ്പിടിക്കാനാണ് ശ്രമം. ഇത് ഇന്നലെ രാത്രി മുതൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ റഷ്യക്ക് എന്ത് വലിയ നേട്ടമാണ് കിട്ടുക? ഇതിന്റെ മറുപടി, പോക്രോവോസ്കിന്റെ 80 മുതൽ 90% വരെയും റഷ്യ പിടിച്ചെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം പോരാട്ടം നീങ്ങാതെ ഒരു സ്റ്റേജിൽ അങ്ങനെ നിൽക്കുകയാണ്. 2 വശത്തും മുന്നേറ്റം ചെയ്യാനേ കഴിഞ്ഞിട്ടില്ല. മഞ്ഞുകാലം ആരംഭിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ റഷ്യ ഈ ഒരു ഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താണ് വലിയൊരു നേട്ടമെന്ന് നോക്കാം. സാബ്രോസേഷ്യ ഫ്രണ്ട് മുതൽ നിപ്രോ ഒബ്ലാസ്റ്റ് വരെ തുടർച്ചയായി ഒരു കൺട്രോൾ ബെൽറ്റ് നേടിയാൽ റഷ്യക്ക് ഒരു ശക്തമായ ഡിഫൻസീവ് പ്ലസ് ഒഫൻസീവ് പ്ലാറ്റ്ഫോം ഉണ്ടാകും. മുന്നേറ്റ രേഖയിൽ ചില്ലറ ഗ്യാപ്സ് ഉണ്ടെങ്കിലും എതിരാളി അതുപയോഗിച്ച് ഏത് നേരവും കൗണ്ടർ പെനട്രേഷൻ നടത്താം. അതായത് എങ്ങനെയാണോ റഷ്യ ഉക്രൈന്റെ ഡിഫൻസീവ് ലൈൻസ് തകർത്തത്, അതുപോലെ തന്നെ അതേ സ്ട്രാറ്റജി ഉക്രൈനും ഇവിടെ ഫോളോ ചെയ്യും. ഇത് റഷ്യക്ക് അവിടെ തടയാൻ കഴിയുമെന്നൊക്കെ പറയാനും സാധിക്കില്ല. ഏത് രാജ്യത്തിനും ഈ ഒരു റിസ്ക് ഒഴിവാക്കാൻ എൻസർക്കിൾമെന്റ് ഒഴികെ വഴി മറ്റൊന്നുമില്ല. ഉക്രൈൻ ജയിക്കും എന്ന് പറയുന്നില്ല, പക്ഷെ ഉക്രൈൻ റഷ്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു ഗ്യാപ്പ് ഉപയോഗിക്കും. അത് ഒഴിവാക്കാനാണ് റഷ്യ ഇങ്ങനെ ഒരു വലിയ എൻസർക്കിൾമെന്റ് ആരംഭിച്ചത്. മഞ്ഞുകാലം ശക്തമാകുമ്പോൾ ഈ ഒരു പ്രദേശത്ത് സൈന്യത്തിന് വളരെ ഫ്രീ ആയി നടക്കാൻ സാധിക്കില്ല. ഡ്രോണുകൾ, ആർട്ടിലറി, മിസൈൽ ഇവയൊക്കെ മാത്രം ആശ്രയിച്ച് യുദ്ധം നടക്കും. അതിനാൽ വിന്റർ ഹാർഡ് ആകുന്നതിന് മുൻപ് റഷ്യ ഈ ഒരു എൻസർക്കിൾമെന്റ് പൂർത്തിയാക്കി. ഇങ്ങനെ ഒരു വലിയ ബെൽറ്റ് വളഞ്ഞു കെട്ടിയാൽ സാബ്രോസേഷ്യ, പോക്രോവോസ്ക്, ഡെൽറ്റ ബെൽറ്റ് പൂർണ്ണമായും സെക്യൂർ ആകും. ഭാവിയിൽ പീസ് ടോക്ക് ഇല്ലാതെ ഈ യുദ്ധം നീണ്ടുപോയാൽ അടുത്ത ഒഫൻസീവിന്റെ പ്ലാറ്റ്ഫോം ഇതായി മാറും. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായ ഒരു മൂവാണ് റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്
റഷ്യക്ക് എത്രത്തോളം വിജയം കൊണ്ടുവരും എന്നുള്ളതെല്ലാം വരും വീഡിയോസിലൂടെ അറിയാം. ഒന്നുകിൽ റഷ്യ ഇത് പെട്ടെന്ന് പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ ഉക്രൈൻ ഇവിടെ നിന്ന് റഷ്യക്ക് ശക്തമായൊരു തിരിച്ചടി നൽകണം. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ മൂന്നാമത്തൊരു വഴിയില്ല. മറ്റ് ബാറ്റിൽസ് പോലെ സ്റ്റോൾ ആകാനുള്ള ചാൻസ് ഇവിടെ ഇല്ല. ക്ലിയർ ഔട്ട്കം വേണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.